ശിവകാർത്തികേയന്റെ പുതിയ പടം പരാശക്തി ലിറ്ററലി തമിഴ്നാടിന്റെ ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ സിനാരിയോനെ എൻകാഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിനിമയാണത്. എന്നോ ഇതിന്റെ റെഡ് ജയന്റ് എന്ന് പറയുന്നത് DMK ആയിട്ട് എന്തൊക്കെയോ അലയൻസ് ഒക്കെ ഉള്ള ഒരു പ്രൊഡക്ഷൻ കമ്പനിയാന്നൊക്കെ കേൾക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ വിജയിന്റെ പുതിയ പടം, അതായത് ജനനായകനെ എഗെയിൻസ്റ്റ് ആയിട്ട് എന്ന് പറയാൻ പറ്റില്ല, അതുമായിട്ട് ഒരു കോൺഫറണ്ടേഷൻ ഒക്കെ വരുന്ന രീതിയിലുള്ള ഒരു സിനിമയാണിത്. ഇപ്പൊ ജനനായകൻ വിജയിന്റെ ലാസ്റ്റ് സിനിമ ആയതുകൊണ്ട് തന്നെ വിജയന്റെ പൊളിറ്റിക്കൽ എൻട്രീനെ കുറച്ചും കൂടെ സ്മൂത്ത് ആക്കുന്ന രീതിയിലുള്ള സിനിമ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് അത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് DMK പൊളിറ്റിക്സിനെ, തമിഴ്നാടിന്റെ ഭാഷാ രാഷ്ട്രീയത്തിനെ മുന്നോട്ട് വെക്കുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ് യഥാർത്ഥത്തിൽ പരാശക്തി എന്ന് പറയുന്നത്. സിനിമയും പൊളിറ്റിക്സും റീജിയണൽ പൊളിറ്റിക്സും എല്ലാത്തിനെയും കൂടെ എൻകാഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഈ ഒരു സിനിമ തോന്നിയത്. കാരണം ഭാഷാ സമരം അന്ന് നടന്നിട്ടുള്ള കാര്യങ്ങളെയൊക്കെ വളരെ ഇമോഷണലായിട്ട് അവതരിപ്പിക്കുന്ന ഒരു സിനിമയാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. സിനിമ എന്ന് പറയുന്ന എന്റർടൈൻമെന്റ് മീഡിയത്തിന് ഉപരിയായിട്ട് നമ്മൾ ഈ സിനിമയെ സമീപിക്കുന്ന സമയത്താണ് നമുക്കിതെല്ലാം കാണാൻ പറ്റുന്നത്. മാത്രമല്ല ഇത് പല ആൾക്കാർക്കും ഈ ഒരു ഹിന്ദി അറിയാത്തതിൻ്റെ പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഞാൻ തന്നെ മുംബൈയിൽ പോയ സമയത്ത് മുംബൈയിലെ ബെസ്റ്റ് ബസ്സുകൾ അറിയാലോ, ആ ബെസ്റ്റ് ബസ്സിൽ ഞാനൊരു കൊളാബയിലേക്കുള്ള ബസ് ഏത് ബസ്സാണെന്ന് ചോദിച്ചപ്പോൾ ആ ബസ് ഡ്രൈവർ എന്നോട് ഹിന്ദിയിലാണ് സംസാരിച്ചത്. ഹിന്ദിയിലാണ് ബസ്സിൻ്റെ നമ്പർ പറഞ്ഞത്. അപ്പം എനിക്ക് ഹിന്ദി അറിയില്ല, ഇംഗ്ലീഷിൽ നമ്പർ പറയാൻ ചോദിച്ചപ്പോൾ അയാൾ എന്നെ കളിയാക്കി. മറ്റേ സലീം കുമാർ ഒക്കെ പറയുന്ന പോലെ ഹിന്ദി അറിയാതെ സ്പീച്ചാണ് വന്നിരിക്കുന്നു പുവർ ഫെല്ലോ എന്ന് പറയുന്ന രീതിയിൽ. അങ്ങനെയൊന്നും അല്ല പുള്ളി പറഞ്ഞത്, നമുക്ക് വളരെ രീതിയിൽ നമുക്ക് വിഷമാവുന്ന രീതിയിലാണ് പുള്ളി അന്ന് സംസാരിച്ചത്. അപ്പോൾ അത്തരത്തിലുള്ള എക്സ്പീരിയൻസുകൾ എന്തായാലും ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പോൾ ഈ ഹിന്ദി അറിയില്ല അല്ലെങ്കിൽ ഹിന്ദി അറിയാത്തത് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ എന്താ പറയുക, അതിനൊക്കെ ഒന്നുകൂടെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിൽ, അതിനൊക്കെ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ് ബേസിക്കലി പരാശക്തി എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് ഈ ഭാഷാ സമരം നടക്കുന്ന സമയത്ത് നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആരൊക്കെയാണ് അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ളത്, എത്രത്തോളം ബ്രൂട്ടൽ ആയിരുന്നു അത് എന്നുള്ളതൊക്കെ കുറച്ച് സിനിമാറ്റിക് ആയിട്ട് ആ ഹിസ്റ്ററിയിൽ നിന്നുള്ള എലമെന്റുകൾ എടുത്തിട്ട് സിനിമാറ്റിക് ആയിട്ട് കാണിക്കുന്ന ഒരു സിനിമയാണ് ഇത്. ഇപ്പൊ ഈ സിനിമയിൽ ഏതെങ്കിലും മതത്തിനെയോ ജാതിനെയോ ഒന്നും നമ്മൾ ആക്കുന്നില്ല എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു സാധനമൊക്കെ സിനിമയ്ക്ക് മുന്നേ വരും. പക്ഷെ നമുക്ക് സിനിമ കാണുമ്പോൾ അറിയാം എന്താണ് ഈ സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഇനി സിനിമയെ നമ്മൾ സിനിമയായിട്ട് തന്നെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരു വൺ ടൈം വാച്ച് സിനിമ എന്നേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. ഭയങ്കര ഭീകര പടം എന്നൊന്നും പറയാൻ പറ്റത്തില്ല, എന്നാൽ കാട്ടവരാതം പടമാണ് എന്നുള്ളതും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു റോളർ കോസ്റ്റർ പടമാണ് ഇത്. അതായത് ഒരു കോൺഫ്ലിക്റ്റ് ഇങ്ങനെ ഉണ്ടായി വരും. അത് ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, കഥ എങ്ങനെ തുടങ്ങി കൺസിസ്റ്റന്റ് ആയിട്ട് പോവാന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് ഇതിനകത്തില്ല. ഇടയ്ക്ക് പാട്ട് വരുന്ന സമയത്ത് നമ്മൾ അതിന്ന് ഡിസ്ട്രാക്ട് ആയി പോകും. ഒരു ഇമോഷണൽ സാധനം, ഒരു എലവേറ്റഡ് സാധനം ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു പാട്ട് വരും, പിന്നെ അതൊന്ന് ഡൗൺ ആയി പോവും. പിന്നെ ഇവരാരൊക്കെയാണ്, ഇവർ കോളേജ് സ്റ്റുഡൻസ് ആണോ അതോ ഇവർ കോളേജ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണോ, പിന്നീട് ഇവരെങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ എത്തുന്നത്, ഇങ്ങനെ കുറേ കൺഫ്യൂഷൻസും സാധനങ്ങളൊക്കെ ഇതിനകത്ത് കിടപ്പുണ്ട്. സിനിമ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നൊരു സിനിമ, ഒരു കൺസിസ്റ്റൻസി ഇല്ലായ്മ, ഒരു കോൺഫ്ലിക്റ്റിനെ ആദ്യം ഒരു പട, നമ്മുടെ ഈ അയ്യങ്കാളി പട എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു പടേന്റെ പേര് ഇതിനകത്ത് പറയുന്നുണ്ട്. അവര് ആദ്യം ഒരു കോൺഫ്ലിക്റ്റ് സാധനം അങ്ങ് എടുത്ത് വെച്ചിട്ട് പിന്നെ ഭയങ്കര ഡയല്യൂട്ടായിട്ട് പിന്നെ സിനിമ ഒന്നേന്ന് ആദ്യം മുതൽ തന്നെ ബിൽഡിംഗ് ബ്ലോക്സ് ഇട്ടിട്ട് വരിക, പിന്നെ ഒരു ഭയങ്കര സംഭവത്തിലേക്ക് പോവും. ആ സംഭവത്തിന് ശേഷം വീണ്ടും ഒരു പാട്ട് വരും, അപ്പൊ വീണ്ടും നമ്മൾ ഡൗൺ ആവും. ഇപ്പൊ ലാല് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, സിനിമ പോയി ഇടിച്ച് നിൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഡൗൺ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പാട്ട് പ്ലേസ് ചെയ്യുന്നു. പക്ഷെ ഇതിനകത്ത് അങ്ങനെയല്ല, നമ്മൾ ഭയങ്കരമായിട്ട് ലോ ലെവലിലേക്ക് ഇറങ്ങി വരും. പിന്നെ അവസാനത്തിലേക്ക് വരുന്ന സമയത്താണ് ഇതിന്റെ കോൺഫ്ലിക്റ്റും അന്നത്തെ ഭാഷാ സമരവും അന്ന് എന്താണ് സംഭവിച്ചത് എന്നുള്ളതും ഗവൺമെന്റുകൾ എടുത്തിട്ടുള്ള നിലപാടുകളും ഇതെല്ലാം വരുന്നത് ആ ഒരു എൻഡിലോട്ടാണ്. അപ്പൊ അതിനെ സിനിമാറ്റിക്കലി അവതരിപ്പിക്കാൻ കൂടെയാണ് ചെയ്തേക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ എടുത്തു പറയേണ്ടത് നമ്മുടെ രവിമോഹൻ ചെയ്തിട്ടുള്ള ക്യാരക്ടറാണ്. വില്ലനിസം പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് പുള്ളി ഒരു തമിഴനാണ്, പക്ഷെ തമിഴനാണെങ്കിലും തമിഴൻ എന്നുള്ള മദ്രാസി എന്നുള്ള പേര് കേൾക്കുന്നത് പുള്ളിക്ക് ഇഷ്ടമല്ല. പുള്ളിക്ക് അതിലൊരു ട്രോമയുണ്ട്. അപ്പൊ അതെല്ലാം കൂടിയിട്ടാണ് പുള്ളിയുടെ ഒരു ക്യാരക്ടറിനെ ഇവോൾവ് ചെയ്തിരിക്കുന്നത്. അപ്പൊ പുള്ളി ചെയ്യുന്ന അട്രോസിറ്റീസും ബ്രൂട്ടാലിറ്റി അത്ര റേഞ്ചിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത്
നമുക്ക് അതിനൊക്കെ ഒരു 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 കർമ്മ എന്നുള്ള ലെവലിലേക്ക് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ അതിനൊരു തിരിച്ചടി കൊടുത്തു എന്നുള്ള ഫീലൊന്നും നമുക്ക് കിട്ടത്തില്ല. നമുക്കൊരു അൾട്ടിമേറ്റ്ലി ഒരു ഹ്യൂമൻ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവുമല്ലോ ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത്. പക്ഷെ അതൊന്നും നമുക്ക് ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഒരു പ്രൊട്ടസ്റ്റിലേക്ക് വരുന്ന സമയത്ത് എന്താ പറയുക, തിരിച്ചടിക്കുക അല്ലെങ്കിൽ കിട്ടിയ അതേ നാണയത്തിൽ തന്നെ തിരിച്ചു കൊടുക്കുക, അത്രയും ബ്രൂട്ടാലിറ്റി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് സമാധാനപരമായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ചെയ്യത്തില്ലായിരിക്കും. പക്ഷെ ഇത് സിനിമയാണ്, സിനിമക്കകത്ത് ഫിക്ഷനാണ്. ഫിക്ഷനകത്തേക്ക് വരുന്ന സമയത്ത് ഈ ഓഡിയൻസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ചില മെക്കാനിസംസ്, ചില എലമെന്റ്സുകൾ ആഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, അത് ഇതിനകത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇന്ദിരാഗാന്ധിനെ കാണിക്കുന്നുണ്ട് ഇതിനകത്ത്. കുറച്ചും കൂടെ നമുക്കൊരു ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇന്ദിരാഗാന്ധിനെ കാണിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. നമുക്കൊരു ഫീലും ഇല്ല. ഇന്ദിരാഗാന്ധിയാണ് നമുക്ക് മനസ്സിലാവും, പക്ഷെ അതൊരു ക്യാരക്ടറാണെന്നുള്ളൊരു ഫീലാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത് എന്നുള്ളതാണ്. പിന്നെ പൊളിറ്റിക്സും തമിഴ്നാടിന്റെ ആഭ്യന്തര രാഷ്ട്രീയവും എല്ലാം കൂടെ കൂടിക്കലർന്ന ഒരു സിനിമ. അപ്പൊ പറഞ്ഞു വന്ന രവി മോഹൻ ചെയ്തിട്ടുള്ള ക്യാരക്ടർ അടിപൊളിയായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. നല്ല വില്ലനീസ് ആയിരുന്നു കേട്ടോ പുള്ളി ചെയ്തേക്കുന്നത്. പിന്നെ ഈ ഗവൺമെന്റിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗവൺമെന്റിന്റെ കൂടെ നിൽക്കുന്ന സമയത്ത് പേഴ്സണലി നമ്മൾ പൊളിറ്റിക്സ് വേറെ ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മളത് ഫോഴ്സ്ഫുള്ളി ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നതും എന്നാൽ നിയമവും ഗവൺമെന്റിന്റെ ഓർഡറുകൾ നമ്മൾ അംഗീകരിക്കേണ്ടി വരുന്ന സമയത്തുള്ള ഒരു കോൺഫ്ലിക്റ്റും സാധനങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അതൊക്കെ ഇതിനകത്ത് കിടലനായിട്ട് കാണിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഇതിനകത്ത് അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ഒരു സിനിമയാണ് പരാശക്തി എന്ന് പറയുന്നത്. ഈ അടുത്തൊരു 4-5 മാസത്തിന്റെ ഉള്ളിൽ തമിഴ്നാട് അടുത്ത ഇലക്ഷനിലേക്ക് പോകുന്ന സമയത്ത് ഒബിയസ്ലി തമിഴ്നാട്ടിലുള്ള ആളുകളെ എന്താ പറയുക, അവരൊന്ന് ബൂസ്റ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഈ ഒരു സിനിമ ഹെൽപ്പ് ചെയ്യുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ ഹൈലി ഇമോഷണലി എടുക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ അതൊക്കെ വർഷങ്ങൾക്ക് മുന്നേ നടന്നിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് പബ്ലിക് മെമ്മറി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പൊ അത് ഇന്ന് ഒരു 75-80 വയസ്സായിട്ടുള്ള ആൾക്കാരുടെ പബ്ലിക് മെമ്മറിയിലാണ് ഈ ഇൻസിഡൻസ് എല്ലാം ഉള്ളത്. ഇത്തരം അധികം പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ആ ഒരു പബ്ലിക് മെമ്മറീനെ ഒന്നുകൂടെ റീഫ്രഷ് ചെയ്യുക, പുതിയ ആളുകളിലേക്ക് ഈ ഒരു മെമ്മറീനെ ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതൊക്കെ ഈ ഒരു സിനിമയുടെ ഉദ്ദേശമായിട്ട് എനിക്ക് തോന്നി എന്നുള്ളതാണ്. മാത്രമല്ല UPSC പോലുള്ള കോമ്പറ്റീറ്റീവ് എക്സാംസ് എഴുതുന്ന ആൾക്കാരാണ് ഒരു 90% ആൾക്കാരും. ഈവൻ ഇനിയിപ്പോൾ നെറ്റ് എക്സാം എഴുതുന്ന ആൾക്കാരാണെങ്കിൽ കൂടെ, അതായത് ഇപ്പോൾ നെറ്റ് എക്സാം എഴുതുന്ന സമയത്ത് നമുക്കറിയാലോ അതിൽ ഹിന്ദിയിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഹിന്ദി മാതൃഭാഷയായിട്ടുള്ള ഒരാൾക്ക് ആ ക്വസ്റ്റ്യൻ വളരെ ഈസിയാണ്. അയാൾക്ക് അത് ലോജിക്കലി ക്രിട്ടിക്കലി ചിന്തിക്കാനൊക്കെ വളരെ എളുപ്പമാണ്. കാരണം അയാൾക്ക് അയാളുടെ ഭാഷയിലാണ് അയാളത് എഴുതുന്നത് എന്നുള്ളതാണ്. പക്ഷെ നമ്മളൊക്കെ മലയാളം മീഡിയമൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാർ ഇംഗ്ലീഷ് പഠിച്ചിട്ടാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുന്നത്. അപ്പം നമുക്ക് കിട്ടുന്ന അണ്ടർസ്റ്റാൻഡിങ്ങും മാതൃഭാഷയിൽ ഒരാൾ ആ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് അയാൾക്ക് കിട്ടുന്ന അണ്ടർസ്റ്റാൻഡിങ്ങും തമ്മിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടാവും, ഭീകര വ്യത്യാസം ഉണ്ടാവും. ഇത് എല്ലാവർക്കും ഫീൽ ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പം അതിനെയൊക്കെ എൻകാഷ് ചെയ്യാൻ പറ്റുന്ന, അതേപോലെ തന്നെ അതിനൊക്കെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പൊളിറ്റിക്കൽ കണ്ടന്റ് ആണ് സത്യത്തിൽ ഈ ഒരു സിനിമക്കകത്ത് എന്നുള്ളതാണ്. അപ്പോൾ റാദർ ദാൻ ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള ഒരു കാര്യത്തിനെ മാറ്റി നിർത്തി പുതിയ അടുത്ത ഇലക്ഷൻ, അടുത്ത തമിഴ്നാട് പൊളിറ്റിക്സ്, ഇതിനൊക്കെ എന്താ പറയാ എൻകാഷ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇതിനൊക്കെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണിത്. പിന്നെ ഈ ഭാഷാ സമരത്തിൽ ആരൊക്കെ പങ്കെടുത്തു എന്ന് ചോദിക്കുമ്പോൾ ഹിന്ദി സംസാരിക്കാത്ത എല്ലാ സ്റ്റേറ്റുകളും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. അതാണ് അവിടെയാണ് ബേസിലിന്റെ ഒക്കെ ഒരു റോൾ വരുന്നത്. ബേസിൽ ആദ്യത്തെ ഇതിലൊക്കെ ബേസിൽ മലയാളമായിട്ട് തന്നെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എന്താ പറയാ, ചെട്ട എന്നുള്ള ആ സാധനം ഒന്നും ഇല്ലാതെ മലയാളികൾ പറയുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട്. പക്ഷേ സ്റ്റീരിയോടൈപ്പിക്കൽ കൈൻഡ് ഓഫ് സാധനങ്ങൾ ഇപ്പോഴും ഇതിനകത്തുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് പരാശക്തി എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ച് പറയാനുള്ളത്. സിനിമ ഒരു എന്റർടൈൻമെന്റ് മീഡിയം എന്ന് വെച്ച് നോക്കുന്ന സമയത്ത് അത്രക്കുള്ള ഒരു സിനിമ ഉണ്ട് എന്നുള്ള ഒരു അഭിപ്രായം എനിക്കില്ല. പക്ഷേ തിയേറ്ററിൽ ഒരു 1 ടൈം വാച്ചുള്ള ഒരു സിനിമയാണ് പരാശക്തി.